വീണ്ടും ഞാൻ തന്നെ. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ, ഞാൻ അങ്ങനെ കണ്ണൊന്നും ഞാൻ അങ്ങനെ എഴുതാറില്ല. അപ്പം എന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. എനിക്ക് കണ്ണങ്ങനെ കണ്ണങ്ങനെ എഴുതാത്തോണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. കണ്ണെഴുതിയിട്ട് ഇങ്ങനെ വീഡിയോസിൽ വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിങ്ങനെ എഴുതുന്ന പോലെ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം, ഗ്ലൈക്കോസിക്സ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു നൈറ്റ് കെയർ വീഡിയോ ഇട്ടപ്പോഴത്തേനും നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ഇട്ടപ്പോഴത്തേനും അതിനകത്ത് ഞാൻ ഈ ക്രീം ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേർ എടുത്തു ചോദിച്ചതാണ്, ഈ ക്രീം എന്തിനാണ് ഇടുന്നത്, ഇത് ടീനേജേഴ്സിന് യൂസ് ചെയ്യാവോ, ഇത് ഗ്ലൈക്കോ 6 ആണോ 12 ആണോ യൂസ് ചെയ്യേണ്ടത്, ഏത് സ്കിന്നിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ നെറ്റിയിലൊക്കെ ആണെങ്കിൽ ഈ കുരുവൊക്കെ വന്ന പാടുകളുണ്ട്. ഇങ്ങനെ കുറേ ഈ ചില പിമ്പിൾസ് ഒക്കെ വന്ന പാടുകൾ നമ്മൾ ഈ ഓരോ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനങ്ങ് മാറും. ബട്ട് അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേനും താനെ ഇതങ്ങ് പോകും. ബട്ട് എൻ്റെ നെറ്റിയിൽ അങ്ങനെ അങ്ങനെ നോർമൽ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ പിമ്പിൾസ് അങ്ങനെ എനിക്ക് വരാറില്ല. അപ്പോൾ എനിക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുമ്പോൾ ഭയങ്കര വലിയതായിട്ട് ഒരു പിമ്പിളാണ് വരുന്നത്. അതാണെങ്കിൽ വന്നിട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര നല്ല പാടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പാടായ കുറച്ച് മാർക്സ് എൻ്റെ നെറ്റിയിലുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലിയർ ജെൽ എന്ന് പറയുന്നൊരു ജെൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കുറേയൊക്കെ മാറി. പക്ഷെ ചിലയിടത്ത് മാത്രം മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗ്ലൈക്കോസിക്സ് ആണെങ്കിൽ നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടു. അങ്ങനെ ഞാൻ ഇത് മേടിച്ച് യൂസ് ചെയ്തതാണ്. സോ ഇത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ പിമ്പിൾസൊക്കെ വന്ന പാടുകൾ നന്നായിട്ട് പോയിട്ടുണ്ടായി. നന്നായിട്ട് ആ പൂവാണ്ട് കിടന്ന പാടുകൾ പോലെ എൻ്റെ നെറ്റിമേലിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതേ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് കുറേയും കൂടെ ബ്രൈറ്റൻ ആയി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേന് ഫേസ് പെട്ടെന്ന് കയറിയിട്ട് വൈറ്റനിങ് ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും വെളുക്കും എന്നല്ല പറഞ്ഞത്. ബട്ട് നമ്മുടെ ഫേസ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും കുറേ കൂടെ ബ്രൈറ്റൻ ആവുന്നത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതേ കൂട്ട് പാടൊക്കെ പോയിട്ടുണ്ടായി, ബ്രൈറ്റൻ ആയി, കുറച്ചും കൂടെയൊക്കെ സോഫ്റ്റ് ആയി എൻ്റെ ഫേസ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമോ. ഇത് മിക്ക സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ ഡേയും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. കാരണം ഇത് ഗ്ലൈക്കോസിലിക് ആസിഡ് ആണല്ലോ. സോ ഇതൊരു ആക്റ്റീവ് ആസിഡ് ആയതുകൊണ്ട് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഇങ്ങനത്തെ സംഭവം ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഈ വൈറ്റമിൻ സി ആയാലും സാലിസിലിക് ആസിഡ് ഒക്കെ ആയാലും ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അല്ലേ. സോ അത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഈ ആസിഡിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം നിങ്ങൾ വൈറ്റമിൻ സിൻ്റെ ഫേസ് വാഷോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ സീറമോ അങ്ങനെ വല്ലതും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് യൂസ് ചെയ്യാതിരിക്കാം. ഇത് കൂടുതൽ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇത്. നൈറ്റാണ് ഇത് യൂസ് ചെയ്യാറ്. സോ ഇത് നൈറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡോ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന്. സോ അങ്ങനത്തെ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നൈറ്റ് ഇത് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡോ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സംഭവം യൂസ് ചെയ്യാവുന്നതാണ്. അതേകൂട്ടി ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഫേസിൽ എവിടേക്കാണ് നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ട് അല്ലെങ്കിൽ പിഗ്മെന്റഡ് ആയിട്ടൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാർട്ടിലൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ വലിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം ഈ ക്രീമിൻ്റെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അത്രയും വലിയ ക്വാണ്ടിറ്റി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. സോ നിങ്ങൾ പീ ഇല്ലേ നമ്മുടെ പീ ഒക്കെ, അപ്പോൾ പീൻ്റെ ഷേപ്പിനകത്ത് പീൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ചെറുതായിട്ടും അത്രയും മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് ഇടുന്നെങ്കിൽ തന്നെ അത്രയും മാത്രമേ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യാവൂ. സോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള വേറെ ആസിഡൊന്നും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക അതിൻ്റെ കൂടെ. അതിപ്പോൾ നൈറ്റാണ് നിങ്ങൾ ഈ ഗ്ലൈക്കോസിക്സ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗ് നിങ്ങൾ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയോ ഒക്കെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. സോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യാണ്ട് നോക്കണം. അതേ തൊട്ട് പിന്നെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിലും മിക്ക സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എന്താ പറയുക, എൻ്റെ ഓയിലി സ്കിന്നാണ് എൻ്റെത്. സോ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ക്രീം ഇടുന്ന ടൈമിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, നല്ല രീതിക്ക് ഡ്രൈ ആവാറുണ്ട്. എൻ്റെ ഓയിലി സ്കിന്നായിട്ട് തന്നെ നല്ല രീതിക്ക് ഡ്രൈ ആവും. സോ
ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിൽ 3 times ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓയിലി സ്കിന്നായിട്ടുള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 3 times ഈ സാധനം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 1 or 2 തവണ, അത്ര തവണ മാത്രമേ ഈ സാധനം യൂസ് ചെയ്യാവൂ. കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഡ്രൈ ആക്കുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ ഡ്രൈ സ്കിന്നകത്ത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവും. സോ നിങ്ങൾ ഒരു വീക്കിൽ 1 or 2 തവണ മാത്രമേ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്ന് അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പോ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചെവിൻ്റെ ബാക്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഇച്ചിങ്ങോ ചൊറിച്ചിലോ അല്ലെങ്കിൽ പെട്ടെന്ന് റെഡ് കളർ ആവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. കാരണം നിങ്ങളുടെ സ്കിന്നിന് ഇത് പറ്റുന്ന ഒരു സാധനമല്ല. നിങ്ങൾ ഇതിപ്പം പുതിയൊരു സാധനം നമ്മുടെ സ്കിന്നിൽ കൊടുത്തതായിട്ട് അത് ഒന്ന് സെറ്റായി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതിന് ഒരു മൈൻഡ് വരുന്നെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങളുടെ സ്കിന്നിന് ഇത് ചേർത്തില്ല. അതുകൊണ്ടാണ് സ്കിന്ന് നമ്മൾ അത്രയും തിരിച്ച് നമ്മൾ കാണിക്കുക, തിരിച്ച് റിയാക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. സോ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. പിന്നെയെന്ന് പറയാൻ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നവർക്കാണ് ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിറ്റേ ദിവസം മസ്റ്റായിട്ടും സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ. ഒരു SPF 50 ഒക്കെ ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ. കാരണം നൈറ്റ് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മോർണിംഗ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. സോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ നിങ്ങൾ പിറ്റേന്ന് മോർണിംഗ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഫേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന്. ഇത് ഫേസിൽ മാത്രമല്ല, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കൈയിൻ്റെ മുട്ടിലൊക്കെ ചിലപ്പോൾ ചിലർക്ക് നല്ല ഇവിടെയൊക്കെ പിഗ്മെന്റഡ് ആയിട്ടുണ്ടാവും. സോ അങ്ങനത്തേക്കുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് കൈയിൻ്റെ മുട്ടിലൊക്കെ തേക്കുന്നത് നല്ലതാണ്. കൈയിൻ്റെയോ കാലിൻ്റെയൊക്കെ മുട്ടിലൊക്കെ തേക്കുന്നത് കൊണ്ട് നല്ലതാണ്. കാരണം ആ പിഗ്മെന്റേഷൻ കുറയാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേ കൂട്ടി നമ്മുടെ ഫേസിൽ പണ്ടൊക്കെ വന്ന ഈ പാടുകളോ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന പാടുകളൊക്കെ നിങ്ങളുടെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നല്ലതാണ്. ആ പാടൊക്കെ പണ്ടൊക്കെ വന്ന പാടൊക്കെ ആണെങ്കിലും പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചോദിക്കുന്ന കാര്യമാണ്, ഇത് ചെറിയ മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് എത്ര ഏജ് തൊട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് 6% വരുന്ന സംഭവം ആയതുകൊണ്ട് ചെറിയ മക്കൾക്ക് ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കാത്തതാണ് നല്ലത്. ഇപ്പോൾ ഫേസ് ബ്രൈറ്റൻ ആവുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളിത് കൊടുക്കരുത്. ഇതൊരു 18+ ആയിട്ടുള്ള ആൾക്കാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വീക്കിൽ 3 times ആണെങ്കിൽ ഓയിലി സ്കിന്ന് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ചെറിയ മക്കൾക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യാനായിട്ട് കൊടുക്കണ്ട. അതേകൂട്ട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റൻ ആവും എന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഡേയും എടുത്തിട്ട് തേക്കരുത്. കാരണം നല്ല പണി കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റിന് യൂസ് ചെയ്യുന്നതെന്ന് അറിയാണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള മിക്ക മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇവിടെ നല്ല എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് 200 ബിലോ അത്രേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ 6% ആണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിന് തന്നെ 12% ഉണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണ്, ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6% മാത്രം കുഴയും. ഓക്കെ, നിങ്ങളിതൊരു 6% ഉള്ളത് മാത്രമേ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യാവൂ. കാരണം ഇത് ഓൾറെഡി 6% തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ട. കാരണം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ വലിയൊരു അളവാണ് നമ്മുടെ ഫേസിൽ നമ്മൾ കൊടുക്കുന്നത്. സോ അത്രയും 12 വരെ ഉള്ളത് നമ്മൾ മേടിക്കേണ്ട. ഇപ്പോൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 6% മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ബെറ്റർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 12% നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ബട്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും 12% മേടിക്കരുത്. കാരണം അത് ഭയങ്കര വലിയൊരു ക്വാണ്ടിറ്റിയാണ് 12% എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്. സോ ഫസ്റ്റ് നമ്മൾ 6% മാത്രമേ മേടിച്ചിട്ട് യൂസ് ചെയ്യാവൂ. നല്ല ബ്രൈറ്റൻ ആവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ പോയിട്ട് 12% ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. സോ 6% ഫസ്റ്റ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാം. അതുകൂട്ട് ഞാൻ പിന്നെയും പറയാണ്, എന്തെങ്കിലും പ്രശ്നം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്യണം. പിന്നെയും വെച്ച് യൂസ് ചെയ്യരുത്. പിന്നെ നമ്മളിത് ഇപ്പോൾ ഈ 6% മേടിച്ച് യൂസ് ചെയ്യാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു സംഭവം നമ്മുടെ സ്കിന്നിന് ഇന്നേവരെ ഇല്ലാത്തൊരു പുതിയ സംഭവം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊന്ന് സെറ്റായി വരേണ്ട ഒരു ടൈം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് 6% ആദ്യം മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം മാത്രം കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 12% ഒക്കെ ആക്കാവുന്നതാണ്.
അതേ കൂട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഈ കണ്ണിന്റെ ഇത്രയൊക്കെ നിങ്ങൾ വിട്ടിട്ട് മാത്രമേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. കാരണം നമ്മുടെ കണ്ണിൽ ഇത് പറ്റുന്ന ഒട്ടും നല്ലതല്ല. അതേപോലെ വായിൻ്റെ അകത്ത് പോകാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. അപ്പൊ നിങ്ങൾ ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ കൊടുത്തിട്ടുണ്ടായാൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ കമന്റ്സിൽ തന്നെ തരാം. അപ്പോൾ ഈ സാധനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ കിടപ്പുണ്ട്, അതും കൂടിയൊക്കെ ക്ലിക്ക് ചെയ്ത കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.